അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഐറ്റം ആയിട്ടാട്ടോ. അതായത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള, കണ്ടില്ലേ, അതുപോലെ തന്നെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ഡെസേർട്ടായിട്ട് നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ ഇതൊരു കേക്ക് എന്ന് പറയാം, കസവ കേക്ക്. അപ്പോൾ ഇത് വേറെ ഒന്നുകൊണ്ടല്ല ഉണ്ടാക്കിയെടുക്കുന്നത്, നമ്മുടെ കപ്പ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കപ്പ ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ ആണ്, ഇതുപോലെ ഈ ഒരു സൈസിലൊരു കപ്പയാണ് എടുത്തിരിക്കുന്നത്. അപ്പം കസവ കേക്ക്, കപ്പയ്ക്ക് കസവ, ടാപ്പിയൊക്ക എന്നൊക്കെ പറയും. കോമണായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കസവ എന്നാണ്, അതാണ് കസവ കേക്ക്. അപ്പം ഞാനിതാ ഇവിടെ കപ്പ തൊലി കളഞ്ഞെടുക്കുകയാണ് അതുണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ കപ്പയൊക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട്, ആ ചെറിയ ഹോളിലാണ് ഇതുപോലെ ചെയ്യുന്നത്. കാരണം ഇത് കണ്ടോ, നോക്കിക്കേ, ഇതിൽ ചെയ്യുമ്പോൾ കുറച്ച് വലിപ്പം കൂടുതലാണ്. അപ്പം നമുക്കിത് സ്ക്വീസ് ചെയ്തെടുക്കാനുള്ളതാണ്. അതിൻ്റെ നീര് മൊത്തം കളഞ്ഞിട്ടാണ് നമ്മളിത് കേക്കാക്കി എടുക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഇതുപോലെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പം ഞാനിത് മൊത്തം ഒന്ന് കപ്പ മുഴുവൻ സ്ക്രാപ്പ് ചെയ്ത് എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം ഇത് കണ്ടോ, ഇതുപോലെ ഒരു നല്ല സോഫ്റ്റായിട്ട് ഇത് കിട്ടും. ഇനി ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു കപ്പയ്ക്ക്, ചില കപ്പ കുറച്ച് കട്ടുള്ള കപ്പ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ളതാണെങ്കിൽ അതൊക്കെ അങ്ങ് പോയി കിട്ടുമല്ലോ. അപ്പം ഞാനത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി പിഴിഞ്ഞെടുത്ത് കൊണ്ടുവന്ന് കാണിക്കാം. ഇപ്പോൾ ഇതുപോലെ ഈ ഒരു മെത്തേഡിൽ പിഴിയാം, അല്ല നമുക്ക് കൈ വെച്ചിട്ടും ഒന്ന് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ഇത് പിഴിഞ്ഞ് കഴിയുമ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഇത്രയേ ഉണ്ടാവുള്ളൂ. നന്നായിട്ട് പിഴിഞ്ഞിട്ടുള്ള, കണ്ടില്ലേ, നമ്മുടെ ഈ പഞ്ഞിമുട്ടായിയുടെയൊക്കെ ഒരു ടെക്സ്ചർ, ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ. ഇത് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുവാണെങ്കിൽ ആ കപ്പയുടെ ഒരു ടേസ്റ്റും വരത്തില്ല. അപ്പോൾ അതും ഒരു നല്ല കാര്യമാണ്. അപ്പം ഞാൻ ആദ്യമേ കുറച്ച് പഞ്ചസാരയൊന്ന് ഇതുപോലെ ഒന്ന് കേക്കൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ പാൽ ഇതുപോലെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഷുഗർ ഒന്ന് ലോ ഫ്ലെയിമിൽ കാരമലൈസ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് റെഡിയായി കഴിയുമ്പം ഒന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. കട്ടിയാകരുത്. അതിന് മുന്നേ ഏത് പാത്രത്തിലാണോ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ കപ്പയുടെ നമ്മൾ സ്ക്രാപ്പ് ചെയ്തെടുത്ത, നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത ആ കപ്പ നമുക്ക് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പം നമുക്ക് എളുപ്പമുണ്ടാവും മിക്സ് ചെയ്യാനായിട്ട്. അപ്പം മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. അതുപോലെ എഗ്ഗ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മുട്ട ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഇത് കഴിയുമ്പോൾ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ചീസ് ഒന്ന് സ്ക്രാപ്പ് ചെയ്തിട്ട് അതിങ്ങനെ മുകളിലിങ്ങനെ വെക്കാവുന്നതാണ്. ഞാൻ പാലും പഞ്ചസാരയും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയും ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ പാത്രത്തിലേക്ക് ഞാനിത് കപ്പയുടെ ആ ഭാഗങ്ങളെല്ലാം മാറ്റിക്കഴിഞ്ഞു. ഇനി കുറച്ച് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മധുരം നന്നായിട്ട് വേണ്ടവർക്ക് കൂടുതൽ പഞ്ചസാരയാവാം. ഞാൻ അധികം ഇട്ട് കൊടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ നല്ല ഫ്ലേവറിന് വാനില എസൻസ് ഉപയോഗിക്കാം, ഏലക്ക പൊടിച്ചിടാം, ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതുപോലെ പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്യണം. ഇതൊന്ന് ഇച്ചിരി കൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം. കാരണം ഇച്ചിരി ഹാർഡായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പം ഒന്ന് ലൂസാക്കി എടുക്കാം. ഈ ഒരു സമയത്താണ് ഞാൻ പറഞ്ഞതുപോലെ ബട്ടർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇവാപ്പറേറ്റഡ് മിൽക്ക്, കണ്ടൻസ്ഡ് മിൽക്ക്, കോക്കനട്ട് മിൽക്ക്, അല്ലെങ്കിൽ മുട്ട, പിന്നെ വാനില എസൻസ്, കാടമൺ, ഏലക്കാപ്പൊടി, ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിത് മിക്സ് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാരമലൈസ് ചെയ്ത് വെച്ച ഷുഗർ, നമ്മൾ ഈ പാത്രത്തിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്, സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അപ്പം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു അപ്പച്ചമ്പിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ആ പാത്രത്തിലേക്ക് നമ്മുടെ കപ്പയുടെ ഭാഗങ്ങൾ ഇട്ട് കൊടുത്ത് ഒരു 3/4 ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ചൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 45 മിനിറ്റ് മതിയാവും, വെന്ത് കിട്ടും. 1 മണിക്കൂറാണേലും കുഴപ്പമില്ല, ആവാം. ഇതുപോലെ ഇതൊന്ന് നിറച്ചിട്ട് ഒരു 45 മിനിറ്റിന് ശേഷം ഞാനിത് എടുത്തിട്ട് കാണിച്ചു തരാം. ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. അപ്പം 45 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് തണുക്കാനായിട്ട് ഇതുപോലെ എടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഹാർഡായിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെയൊന്ന് മാറ്റിയെടുക്കണം.
അപ്പോൾ ഇതെങ്ങനെയാണ് മാറ്റിയെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതൊന്ന് ഇതുപോലെ തിരിച്ചിടുക പാത്രത്തിലേക്ക്, എന്നിട്ടൊന്ന് ഒന്ന് കൊട്ടി കൊടുക്കുക. അതുപോലെ നമ്മുടെ കൈ ഉപയോഗിച്ച്, അല്ലെങ്കിൽ സൈഡിൽ കൂടി ഒന്ന് സ്പൂണോ കത്തിയോ നൈഫ് വെച്ചിട്ടൊന്ന് വിടിപ്പിച്ച് കൊടുത്താലും മതിയാവും. കണ്ടില്ലേ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയാട്ടോ. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒരു വെറൈറ്റി ആണല്ലോ. അപ്പം നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ആ പീസസിൻ്റെ മുകളിൽ നമുക്ക് ചീസ് സ്ക്രാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാവുന്നതാണ്. കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അപ്പം നോക്കൂ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. ഇത് കട്ട് ചെയ്യുന്ന കണ്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആട്ടോ. അതുപോലെ കപ്പ നന്നായിട്ട് കഴുകിയിട്ട് സ്ക്വീസ് ചെയ്തെടുക്കുന്നുണ്ട്. ആ കപ്പയുടെ ടേസ്റ്റ് ഒന്നും വരത്തില്ല. അതുപോലെ നിങ്ങൾ ഫ്ലേവറിനായിട്ട് ഇതുപോലെ കാർഡമൻ വാനില എസൻസ് ഒക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ നല്ല വേറൊരു ടേസ്റ്റ് വരും. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോസ്. താങ്ക്സ് എവരി വൺ. താങ്ക് യു.